من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്നാണ് ആദ്യമായി എന്നോടും നിങ്ങളെ ഓരോരുത്തരെയും സഗൗരവം തഖ്വ കൊണ്ട് വസിയത്ത് നൽകുന്നത്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സ്വന്തമായി വീടുണ്ടാവുക എന്ന്. പലപ്പോഴും പ്രവാസികളോട് എന്തിനാണ് നിങ്ങൾ കുടുംബത്തെ വിട്ടുപിരിഞ്ഞ് ഇങ്ങനെ പ്രവാസ ലോകം അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വന്തമായൊരു കൂരുണ്ടാകണം എന്നതാണ് പലരുടെയും ആഗ്രഹങ്ങൾ. അങ്ങനെ പ്രവാസ ലോകം അവിടുത്തെ ദുരിതങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സമ്പാദ്യത്തെ പിടിച്ചുവച്ച് ഒരു വീടുണ്ടാക്കി പൂർത്തീകരിച്ച് തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ, ദുന്യവിയായ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച് ആ വീട്ടിലേക്കൊന്ന് താമസിക്കാൻ ആദ്യമായി കയറാൻ പോകുന്ന ആ ദിവസം അതും കാത്ത് ഒരു ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു വേദന വന്ന് ആ എയർപോർട്ടിൽ തന്നെ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ജീവനോട് വരേണ്ട ആ ഒരു ശരീരം ജീവസറ്റ അവസ്ഥയിൽ നാട്ടിലേക്ക് വന്ന വാർത്തകൾ പലതും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ദുന്യവിയായ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനപ്പുറം ഉഖ്റവിയായ മരണാനന്തര ജീവിതത്തിലുള്ള ലക്ഷ്യത്തെ, വിജയത്തെ പൂർത്തീകരിക്കാനാണ് നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ലോകർക്ക് ഒരാൾക്ക് പോലും വിശ്വാസി എന്നില്ല, അവിശ്വാസികളെന്നില്ല, അതുപോലെ തന്നെ മതമുള്ളവരോ മതമില്ലാത്തവരോ എന്ന വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ് മരണമെന്നുള്ളത്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അവിടെ ആസ്വാദനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ വിശ്വാസികളെന്ന നിലക്ക് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ മരണാനന്തര ജീവിതത്തിനു മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും ചെയ്തു തീർക്കാൻ നാം മത്സരിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മരണം നമ്മുടെ തുണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നാം ഈ ദുനിയാവിൽ ചെയ്തു വച്ച നന്മകളുടെ അനന്തരഫലങ്ങൾ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതെത്ര വലുതാകട്ടെ എത്ര നിസാരമായതാകട്ടെ, അതിനെല്ലാം പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ് നാളെ പാരത്രിക ലോകത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദുനിയാവിലെ വിജയമല്ല യഥാർത്ഥ വിജയം, ഈ ദുനിയാവിലെ പരാജയമല്ല യഥാർത്ഥ പരാജയം, മറിച്ച് ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, നരകമെന്ന ഭയാനകരമായ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് വമ്പിച്ച വിജയമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്ത് പറഞ്ഞതെന്നറിയോ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് എന്നതുണ്ടല്ലോ അത് വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിത ലക്ഷ്യം അത് ദുനിയാവല്ല, ദുനിയാവിലെ നേട്ടങ്ങളല്ല, ദുനിയാവിലെ വിജയങ്ങളല്ല. എന്നാൽ ഇതൊക്കെ വേണമോ? വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് ദുനിയാവിൽ വിജയിക്കണം, അതോടൊപ്പം അതിനേക്കാൾ ഭയാനകരമായ പാരത്രിക ലോകത്താണ് നമുക്ക് വിജയമുണ്ടാകേണ്ടത്. അതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുക സാധ്യമല്ല. എത്ര വിചാരിച്ചാലും എത്ര നമ്മൾ നിസാരമായി കണ്ടാലും ആ മരണം നമ്മെ പുലുകുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, അല്ലാഹു പറയാണ്, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശരി, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, അല്ലാഹു പറയാണ്, ആലിമായ, എല്ലാം അറിയുന്നവനായ, ഗൈബ് അറിയുന്നവനായ, അദൃശ്യമറിയുന്നവനായ, അതായത് നമ്മൾ രഹസ്യത്തിൽ ചെയ്തതാണെങ്കിലും ശരി, നമ്മൾ പരസ്യത്തിൽ ചെയ്തതാണെങ്കിലും ശരി, എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെ മറച്ചുവെച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹുവിനെ മറച്ചുവെച്ച് ഒന്നും തന്നെ രഹസ്യമായി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ആ അത്തരത്തിലുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കാണ് നമ്മുടെ മടക്കമെന്ന് സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, സാക്ഷിയാകുന്ന, അതുപോലെ തന്നെ അദൃശ്യമറിയുന്ന, അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കാണ് നമ്മുടെ മടക്കമെന്നും ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നാം ദുനിയാവിൽ എന്തൊക്കെയാണോ ചെയ്തത്, എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്, എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ട്, അതെത്ര നിസാരമാണെങ്കിലും ശരി, അതെത്ര ഗൗരവമുള്ള കാര്യമാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. എത്ര രഹസ്യമാക്കി ഗോപ്യമാക്കി വെച്ചതാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗൈബ് പോലും അറിഞ്ഞവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, ആ മരണാനന്തര ജീവിതത്തിനു വേണ്ടിയായിരിക്കണം ഈ ദുനിയാവിലെ ജീവിതം നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ഒളിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മരണം നമ്മെ പുൽകുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്ര വലിയ സംരക്ഷണത്തിൽ നമ്മൾ കഴിഞ്ഞാലും ശരി, നമുക്ക് എത്ര വലിയ ആരോഗ്യമുണ്ടെങ്കിലും ശരി, നമുക്ക് എത്ര വലിയ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചാലും ശരി, എത്ര വലിയ അധികാരങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമുക്കറിയില്ലേ എത്ര അധികാരികളാണ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്, എത്ര വലിയ സമ്പത്തുള്ള ആളുകളാണ്, എത്ര മണിമാളികകളുള്ള ആളുകളാണ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് സമ്പത്തുണ്ടോ, അധികാരമുണ്ടോ, അല്ലെങ്കിൽ വലിയ ആരോഗ്യവാനാണോ, ഇതൊന്നും മരണത്തിന് അല്ലെങ്കിൽ മരണത്തിന്റെ റൂഹ പിടിക്കാൻ വരുന്ന മലക്കുകൾക്ക് യാതൊരു പരിഗണനയുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു അവധി നമ്മളിലേക്ക് വന്നെത്തിയിട്ടുണ്ടോ, ആ അവധിയിൽ നാം എല്ലാവരും മരണപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ,
അള്ളാഹ് പറയാണ്, എവിടെയാണെങ്കിലും ശരി നിങ്ങൾ അടച്ചിട്ട ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ഭദ്രമാക്കപ്പെട്ട റൂമിനുള്ളിൽ, കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും ശരി, ആ റൂമിനുള്ളിൽ വന്ന്, കോട്ടയ്ക്കുള്ളിൽ വന്ന് നിങ്ങളുടെ റൂഹിനെ പിടികൂടാൻ അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ അധികാരമുണ്ടെന്നോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളുണ്ടെന്നോ പറഞ്ഞുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മരണം നമ്മുടെ മുന്നിലുണ്ട് എന്ന പ്രവാചകൻ പറഞ്ഞല്ലോ. നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് നമ്മുടെ മരണം. അടുത്ത സെക്കൻഡിൽ എന്ത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് നാം മരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചു തന്നിരുന്നുവെങ്കിൽ, ഇന്ന മുഹമ്മദേ, നിന്റെ മരണം 59ാമത്തെ വയസ്സിൽ, അതിന്റെ ഇന്ന മാസത്തിൽ, ഇന്ന ദിവസത്തിൽ, ഇന്ന സമയത്താണ് മരിക്കുന്നത് എന്ന് അള്ളാഹു നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാമയ്യ, എങ്ങനെയും ജീവിക്കാം. എന്നിട്ട് മരണത്തിന്റെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷഹാദത്ത് ചൊല്ലാൻ ശ്രമിക്കാം. പക്ഷേ അങ്ങനൊരു അവസരം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. മരണം ഏതൊരു സമയത്തും നമ്മെ പിടികൂടും. അത് ചെറുപ്പക്കാരെന്നില്ല, ചെറിയ കുട്ടിയെന്നില്ല. കഴിഞ്ഞ വാർത്തകൾ നമ്മൾ കേട്ടപ്പോൾ 3 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് കണ്ണൂരിൽ കിണറ്റിൽ വീണ് മരിച്ച വാർത്ത. അതിന്റെ മറ്റു സത്യാവസ്ഥകൾ അള്ളാഹുവിനറിയാം. ഏതായാലും 3 മാസം പ്രായമുള്ള കുട്ടി അത് മരിച്ചു. അപ്പോ പ്രായം വ്യത്യാസമില്ലാതെ, ആരോഗ്യമോ സമ്പത്തോ അധികാരമോ ഒന്നും വ്യത്യാസമില്ലാതെ മരണം നമ്മുടെ അടുക്കലേക്ക് തേടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. യാഥാർത്ഥ്യമായി കൊണ്ട് ആ സക്രാത്തിന്റെ അവസ്ഥ നമ്മളിൽ എല്ലാവർക്കും കടന്നു വരുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മഹദിയായ ഫാത്തിമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേള അനുഭവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാണ്, മരണത്തിന് എന്തൊരു വേദനയാണ്. ഈ മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വേദനയോടുകൂടി മരിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാണ്. മോളെ വിളിച്ചിട്ട്, ഫാത്തിമ, ഇന്നത്തെ ദിവസത്തെ വേദന കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദനയില്ല ഫാത്തിമ എന്ന് മകളോട് നല്ല സന്തോഷത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന രംഗം, ആ മരണത്തെ പോലും സന്തോഷത്തോടുകൂടി നേരിടുന്ന രംഗം, ആ വേദനയെ പോലും നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന വേദനയാണ് എനിക്ക് വേദനിക്കേണ്ടി വരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ആ പ്രവാചകൻ പോലും മരണത്തിന്റെ വേദന ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആ മരണത്തിന്റെ വേദന ആസ്വദിക്കാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ മരണം അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം, ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം മരണപ്പെടേണ്ടത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നമ്മുടെ കണങ്കാലുകൾ കൂട്ടിമുട്ടുന്ന ദിവസം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. വേദന കൊണ്ട് കണങ്കാലുകൾ കൂട്ടിമുട്ടും. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വേദനകൾ കടിച്ചു പിടിക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, ആ അവസ്ഥയിൽ മരണപ്പെടുന്ന അവസ്ഥ എന്നത് വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം, നമ്മുടെ മരണം എന്നുള്ളത് അതിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷം നാം ഏതവസ്ഥയിലാകുന്നു എന്നത് വളരെ പരിഗണനീയമാണ്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചാലോ, നമ്മൾ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചാലോ, നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചാലോ, ആ അവസ്ഥയിലായിരിക്കും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പറയാണ്, ഫഇന്ന الرجل منكم ليعمل حتى يكون بينه وبين الجنة إلا ذراع. പ്രവാചകൻ പറയാണ്, ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ അവസ്ഥയിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയസ്ബിഖു അലൈഹി കിതാബുഹു, അല്ലാഹുവിന്റെ രേഖ അത് അവന്റെ മേൽ മറികടക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, അതോടുകൂടി അവൻ മരണത്തിന്റെ ഏറ്റവും വക്കിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യനതാ നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന തിന്മകളെ ആ മനുഷ്യന് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതായത് മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള അവസ്ഥ അവൻ തിന്മയിലായി കൊണ്ട് മരണപ്പെടുന്നു, അതോടുകൂടി അവൻ നരകത്തിലേക്ക് പോകുന്നു.
നരകാവകാശിയുടെ പ്രവർത്തനം ചെയ്യുന്നു, അതിലൂടെ അവൻ നരകത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ടാണ് വീണ്ടും കാണാൻ സാധിക്കും, വയഅമലു ഹത്താ മാ യകൂനു ബൈനഹു വബൈനൻ നാരി ഇല്ലാ ദിറാഹ്, അവനും അവന്റെ നരകത്തിനുമിടയിൽ ഒരു ചാണ് മാത്രം ബാക്കി നിൽക്കെ അവനതാ മരണത്തിന്റെ വേളയിൽ, മരണത്തിന് തൊട്ടുമുമ്പുള്ള അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന നന്മകൾ അവൻ ബാക്കിയാക്കിക്കൊണ്ടാണ് അവൻ മരണത്തിന് സാക്ഷിയാകുന്നതെങ്കിൽ, അവന് മരണത്തിലേക്ക് അവന്റെ റൂഹിനെ വിട്ടുകൊടുക്കുന്നതെങ്കിൽ അതാ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ അവസാനത്തെ പ്രവർത്തനം എന്ത് എന്നത് വളരെ പരിഗണനീയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എപ്പോൾ മരിക്കുന്നു എന്ന് എനിക്കറിയാത്തത് കൊണ്ട് തന്നെ, നിങ്ങളെപ്പോൾ മരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് തന്നെ, ഏതവസ്ഥയിൽ ഏത് സമയത്ത് മരിച്ചാലും നന്മയുടെ അവസ്ഥയിൽ മരിക്കാൻ, നന്മയുടെ സാഹചര്യത്തിലൂടെ മരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടാലോ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തിന്മകളെ ഒഴിവാക്കി നിർത്തണം, നന്മകളുടെ സാഹചര്യത്തിലൂടെ നടക്കണം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, ഈ സകല സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ആലോചിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ ഉപദേശം എന്തെന്നറിയോ? അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, അദ്ദേഹം പറയണത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണ, എന്റെ ഷോൾഡറിൽ, എന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പ്രവാചകൻ ഉപദേശിക്കാൻ, ഒരു ഉപദേശം കൊടുക്കുമ്പോഴുള്ള ഒരു മാതൃക കൂടി പ്രവാചകൻ പഠിപ്പിക്കുന്നു. തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് വല്ലാത്തൊരു എഫക്റ്റാണ്. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സഹോദരങ്ങൾ എടാ പോട്ടടാ എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ ഉപദേശം കൊടുക്കുമ്പോൾ, അതല്ലാതെ ദേഷ്യവും വാശിയും അല്ലാതെ അവനോട് ഷൗട്ട് ചെയ്തും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു സ്വീകാര്യതയും ലഭിക്കില്ല. മറിച്ച് അവനെ സ്നേഹിച്ച്, അവനെ ഒന്ന് തലോടി, അവന്റെ നന്മകൾ എടുത്തു പറഞ്ഞ് എത്രയെത്ര ഉദാഹരണങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് തന്നെ മറ്റൊരു ഉപദേശം കൊടുത്തത്, നിഅമർ റജുലു അബ്ദുല്ലാഹ്, എത്ര നല്ല മനുഷ്യനാണ് അബ്ദുള്ള എന്ന് പറഞ്ഞ് നന്മകളെ, പോസിറ്റീവുകളെ എടുത്തു പറഞ്ഞതിന് ശേഷം അതാ പറയാണ്, ലൗ കാന യുസല്ലി ഫിൽ ലൈലി, രാത്രി കൂടി ഒന്ന് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര പെർഫെക്റ്റ് ആകുമായിരുന്നു. പിന്നെ അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു പിന്നെ രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ഉപദേശം അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ എഫക്ട് ചെയ്യണമെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട വിഷയം. നേരെ മറിച്ച് അവന്റെ നന്മകളെ അവന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവനെ ഉപദേശിക്കണം, മോനെ ഇന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നിനക്ക് നന്നായിരിക്കട്ടോ എന്ന് പറഞ്ഞ് അവനെ ഉപദേശിക്കാൻ സാധിച്ചാൽ അവന് മാറും, അവനിൽ മാറ്റമുണ്ടാകും, അവനിൽ പരിവർത്തനമുണ്ടാകും. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ഷോൾഡറിൽ കൈവച്ചിട്ട് പറയാണ്, ഇബ്നു ഉമർ കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ, ഉമർ താങ്കൾ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഈ ദുനിയാവ് എന്നത് നമുക്ക് ശാശ്വതമല്ല. ഈ ദുനിയാവിൽ താങ്കൾ ഒരു യാത്രക്കാരനെ പോലെയാണ്. യാത്രക്കാരന്റെ പ്രത്യേകത എന്താ? യാത്രക്കാരൻ അവന്റെ യാത്രയ്ക്കുള്ള വിഭവങ്ങൾ മാത്രമേ കരുതുള്ളൂ. അതല്ലാതെ വലിയ ലോഡുകൾ എടുത്ത് അവന്റെ വീടും കുടിലും ഒക്കെ എടുത്തുകൊണ്ട് നടക്കൂല. അവനൊരു ബാഗ് ഉണ്ടാകും, ആ യാത്രക്കുള്ള ആവശ്യമായ പണമുണ്ടാകും, ആ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാകും, ഡ്രസ്സുകൾ ഉണ്ടാകും എന്നതല്ലാതെ അവന് മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഔ ആബിരി സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കേട്ടിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർത്ത ചില വാചകങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഇദാ അംസൈത ഫലാ തൻതളിരിസ് സബാഹ്, നിങ്ങൾ വൈകുന്നേരത്തിലായി കഴിഞ്ഞാൽ പുലരിയെ പ്രതീക്ഷിക്കരുത്, കാരണം മരണം അതിനിടയിൽ സംഭവിക്കാം. അദ്ദേഹം കൂട്ടിച്ചേർത്തെന്ന് പറയോ, ഇനി നീ പുലരിയിൽ നിനക്ക് നിന്റെ ബെഡിൽ നിന്ന് നിനക്ക് എണീക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്, കാരണം അതിനിടയിൽ നിന്റെ മരണം നിന്നെ പിടികൂടിയേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതൊരു സമയത്തും
ഇവിടെ പറഞ്ഞല്ലോ, വൈകുന്നേരമായി കഴിഞ്ഞാൽ പുലരിയെ പ്രതീക്ഷിക്കരുത്. അതിനിടയിൽ മരണം നമ്മെ പുൽകാം എന്ന് നമ്മൾ വിചാരിക്കണം. അതുപോലെ തന്നെ സുബഹിയായി കഴിഞ്ഞാൽ വൈകുന്നേരത്തിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ആ രൂപത്തിൽ മരണചിന്തയുണ്ടായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ്. അങ്ങനെ ജീവിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ്? മരണചിന്ത ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മരണചിന്ത വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ പ്രവാചകൻ ചിലത് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്താണ്? പ്രവാചകൻ പറഞ്ഞു, സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം. ഖബറുകളെ സന്ദർശിക്കണം. നമ്മളിപ്പോ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ മരണം എപ്പോഴെങ്കിലൊക്കെ വരും, നമ്മൾ അങ്ങനെ ജീവിച്ചു പോവുക, നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുക, എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുക, മരണം വരുമ്പോ അങ്ങ് നിന്നു കൊടുക്കാം എന്നാണ് പലരുടെയും വിചാരം. എന്നാലോ സഹാബത്ത് പേടിച്ചത് ആ മരണം എപ്പോൾ വരും, ആ മരണത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ ഏതവസ്ഥയിലായിരിക്കും മരണപ്പെടുക, ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത്. നമ്മളോ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, വീടുകൾ ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ബിസിനസിന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താം, ഏറ്റവും നല്ല കാറും നല്ല ജീവിതവും ഒക്കെ നയിക്കാം. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല. മറിച്ച് ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ മരണചിന്തയോടുകൂടി ജീവിച്ചാൽ അവരാണ് പെർഫെക്റ്റ്. ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളെയും നേടിയെടുക്കുന്നതോടൊപ്പം മരണചിന്തയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ തളരുകയില്ല, പ്രയാസപ്പെടേണ്ടി വരികയില്ല. മരണചിന്ത നമുക്ക് നൽകുന്ന ചില നന്മകളുണ്ട്, ചില നേട്ടങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഒന്നാമത്തത്, നമുക്ക് തുദക്കിറുൽ ആഖിറ, ഖബർ സന്ദർശനത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? നമ്മുടെ പരലോക ചിന്ത നമുക്ക് വർദ്ധിക്കും. ഇല്ലെങ്കിലോ, മരണചിന്ത ഇല്ലെങ്കിലോ ദുന്യവിയായ ചിന്തകൾ മാത്രത്തിൽ മുഴുകി അതിൽ മാത്രമായി അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്ന, അതിനുവേണ്ടി മാത്രം അധ്വാനങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പരലോകമുണ്ട്, മരണാനന്തരം ജീവിതമുണ്ട്. നമ്മളും ഈ ഖബറിൽ കിടക്കേണ്ടതാണ്. എന്റെ വലിയ കൊട്ടാരങ്ങളിൽ നിന്ന് ഈ 6 അടി മണ്ണിലേക്ക് ഞാനും വന്ന് കിടക്കേണ്ടവനാണ് എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കണമെങ്കിൽ ഖബറിലേക്ക് നോക്കണം, ഖബറാളികളെ സന്ദർശിക്കണം, ആ ഖബറുകൾ സന്ദർശിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ ഒന്നാമത്തെ നേട്ടം മരണാനന്തര ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ നേട്ടം എന്തെന്നറിയോ? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഖൗഫു മിനൽ മഅസിയ വൽ ഹസ്സു അലാ തഅജീലി തൗബ വൽ ഹയാഉ മിനല്ലാഹി തആല ഹഖൽ ഹയാ. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ എന്തെന്നറിയോ? തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. കാരണം ഞാൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മലക്കൽ മൗത്ത് എന്നെ പിടിക്കുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല, മാറി നിൽക്കും. മരണം ഏതൊരു സമയത്തും പിടികൂടുമ്പോൾ ഞാൻ നന്മയിലായിരിക്കണമെന്ന ചിന്തയോടുകൂടി തിന്മയിൽ നിന്ന് മാറി നിൽക്കും. രണ്ടാമത്തേത് തൗബ ചെയ്യുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ച് ഏറ്റവും അവസാനം വാർദ്ധക്യത്തിലെത്തി തലക്ക് നരച്ച് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ തൗബ ചെയ്യാം എന്ന് വിചാരിക്കില്ല. മരണം എപ്പോഴും എന്നെ പിടികൂടും, അല്ലാഹുവേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, തൗബ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നതാണ് മരണചിന്ത. അതോടൊപ്പം ജീവിതത്തിൽ ഹയാ ഉണ്ടാകും, ലജ്ജയുണ്ടാകും. ആരും കണ്ടിട്ടില്ലെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന തിന്മകൾ ഇനി ചെയ്യാൻ പാടില്ല. ആരും കാണാതെ ചെയ്യുന്ന തിന്മകളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്റെ അള്ളാഹു എന്നെ കാണുന്നു. മറ്റുള്ളവർ കണ്ടാൽ ഞാൻ മോശം വിചാരിക്കുന്ന കാര്യം എന്റെ അള്ളാഹ് കാണുമ്പോൾ എത്ര മോശം വിചാരിക്കണം. അതുകൊണ്ട് ഹയാ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. മരണചിന്ത ഉയർത്തിത്തരുന്ന നന്മകളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്തെന്നറിയോ? നന്മകൾക്കുള്ള സാഹചര്യങ്ങൾ അവന് ഒരുക്കും, അല്ലെങ്കിൽ താല്പര്യങ്ങൾ അവന് ജനിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അള്ളാഹുവിനെ അനുസരിക്കുവാനും അതോടൊപ്പം ഇബാദത്തുകൾ, നന്മകൾ ചെയ്യാനും, പുണ്യങ്ങൾ കരസ്ഥമാക്കാനും, ഇബാദത്തുകൾ, ആരാധന കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാനും അവന് സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദുഹർ നിസ്കാരം നമ്മൾ തൽക്കാലം ഒന്ന് ഒഴിവാക്കി, ആ ഒഴിവാക്കിയതിന് ഇടയിലാണ് മരണം വന്നതെങ്കിൽ ആ ദുഹർ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടില്ലേ?
അതുകൊണ്ട് അവൻ കൃത്യമായി എന്റെ ളുഹർ ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് സമയമായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിനിടയിൽ എന്റെ മരണം എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ എന്ന ചിന്തയോടുകൂടി സമയബന്ധിതമായി കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ അവൻ പരിശ്രമിക്കുന്നതാണ്. ശരിയായ മരണചിന്തയുള്ള ഒരുത്തൻ അത് ചെയ്യുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത്. നാലാമത്തേതെന്നറിയോ? ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന്, ഹൃദയത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. എന്താ ഹൃദയത്തിന്റെ രോഗം? എന്താ ഹൃദയത്തിന്റെ രോഗം? അസൂയ, കുശുമ്പ്, ദേഷ്യം, പക, വിദ്വേഷം. അല്ലേ? മരിക്കാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അടുത്ത് പക വച്ചിട്ട് എന്താണ് കാര്യം? ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ആ പകയോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്റെ അവസ്ഥ? എന്തിനാണ് ഞാൻ അഹങ്കരിക്കുന്നത്? ഞാൻ മരിക്കാനുള്ളവനല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടാണോ ദേഷ്യം വെച്ചിരിക്കുന്നത് അവരെനിക്ക് വേണ്ടി അല്ലാഹുവേ ആ മനുഷ്യനെ നീ പുറത്തെടുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ പകവച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ സാധിക്കുക? അതുകൊണ്ട് ദേഷ്യത്തിൽ നിന്ന്, പകയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന് അസൂയപ്പെടേണ്ട കാര്യം എന്താ? മറ്റുള്ളവർക്ക് 2 കാറ് വാങ്ങി അപ്പുറത്തെ വീട്ടുകാർ വലിയ ബംഗ്ലാവ് വെച്ചു എന്നതുകൊണ്ട് നമുക്കെന്താണ് നഷ്ടം? അത് അവന്റെ സമ്പാദ്യം കൊണ്ട്, അവന്റെ കഴിവുകൊണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഫള് കൊണ്ട് അവർ വച്ചു എന്നതിൽ നമ്മൾ അസൂയപ്പെടേണ്ട കാര്യം എന്താണ്? നമ്മൾ അവനോട് പകയും വിദ്വേഷം വെച്ച് പുലർത്തേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ പിന്നെ കാലാകാലം അവനോട് മിണ്ടാതിരിക്കുക, എന്ത് നിലപാടാണ് നമ്മുടെ? അതുകൊണ്ട് മരണചിന്ത ശരിയായുള്ള ഒരുത്തന് ഒരിക്കലും അസൂയ ഉണ്ടാവുകയില്ല, ഒരിക്കലും പകയും വിദ്വേഷവും ദേഷ്യവും ഉണ്ടാവുകയില്ല, അസൂയയുണ്ടാവുകയില്ല, അഹങ്കാരം തീരെ ഉണ്ടാവുകയില്ല. കാരണം ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നിശ്ചലമായി കിടക്കുന്ന എന്റെ ശരീരത്തെ ഉയർത്തിപ്പൊന്തിച്ചു കൊണ്ടുപോകേണ്ടവരാണ് എന്റെ നാട്ടുകാർ, എന്റെ കുടുംബക്കാർ, എന്റെ ബന്ധുക്കൾ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് തന്റെ സഹോദരങ്ങൾക്കിടയിൽ, തന്റെ കുടുംബത്തിനിടയിൽ, തന്റെ സമൂഹത്തിനിടയിൽ അഹങ്കാരത്തോടുകൂടി നടക്കാൻ കഴിയുക? അതുകൊണ്ട് അത്തരം ഹൃദയത്തിന്റെ രോഗത്തിൽ നിന്ന് മുക്തമാകാൻ ശരിയായ മരണചിന്തയുള്ള ഒരു മനുഷ്യനെ അവന് മാറി ചിന്തിക്കാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അഞ്ചാമത്തത്, അങ്ങനെയൊക്കെ ജീവിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്ന, മരണചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല പര്യവസാനം ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മിൻ അസ്ബാബി ഹുസ്നിൽ ഖാതിമ, മരണത്തോട് അടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കർമ്മങ്ങളോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞുകൊണ്ട് മരിക്കാൻ അവന് സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരണത്തിന് തൊട്ടു മുമ്പുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു അത്തരത്തിൽ ആ രൂപത്തിൽ മരണം വരിക്കുന്ന, ഏറ്റവും നല്ല പര്യവസാനം ലഭിക്കുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന്, തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ദീനുൽ ഇസ്ലാം വിശ്വാസികളോട് പ്രത്യേകം ആവശ്യപ്പെട്ട കാര്യമാണ് മരണചിന്തയോടുകൂടി ജീവിക്കണം, അധികമായി മരണത്തെ ഓർക്കണം എന്നുള്ളത്. എന്റെ മുമ്പിൽ ഒട്ടനവധി ആളുകൾ നരബാധിച്ച തലയിലെ മുടിയിലുമൊക്കെ നരബാധിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഞാനും എന്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം അത്തരത്തിൽ നരബാധിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അധ്യായത്തിൽ കാണാൻ സാധിക്കും, മിൻ റുസുലി മലിക്കിൽ മൗതി, മിൻ റുസുലി മലക്കിൽ മൗതി ഇലൽ ഇബാദ്.
അടിമകളിലേക്ക് മലക്കുൽ മൗത്ത് അയക്കുന്ന ഒരു ദൂതനാണ് യഥാർത്ഥത്തിൽ നര എന്നുള്ളത്. ആ നരയും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരേണ്ടത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ആ മരണം എപ്പോഴും കടന്നു വരാം. അത് നര ബാധിച്ചവർക്കും ബാധിക്കാത്തവർക്കും വരാം. എന്നാൽ ആ നര ബാധിച്ചവർ അവർ പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മരണചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള ചില കാരണങ്ങൾ കൂടി, ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. അതിലൊന്നാമത്തത് മയ്യത്തിനെ സന്ദർശിക്കുക എന്നതാണ്. മയ്യത്തിനെ സന്ദർശിക്കുക. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ മരണവേളയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ, രോഗത്താൽ പ്രയാസപ്പെടുന്ന, മരണത്തിനോടടുക്കുന്ന സാഹചര്യത്തിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കണം. എന്നിട്ട് അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അനുഗ്രഹമാണ് നമുക്ക് നൽകിയത് എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ച് റബ്ബിന് ശുക്ർ ചെയ്ത് ആ മരണത്തിലേക്ക് അടുക്കുന്ന, നമ്മുടെ ഓരോ സെക്കൻഡും നമ്മുടെ മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ മരണാനന്തര ജീവിതത്തിനുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കണം. അതോടൊപ്പം മരണാവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുന്നതോടൊപ്പം ആ വ്യക്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ നമ്മൾ സന്ദർശിക്കണം. നമ്മളിന്ന് ആവേശത്തോടുകൂടി, നല്ല പവറോടുകൂടി ജിമ്മിലൊക്കെ പോയി നമ്മുടെ മസിലുകൾ പെരുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പവറുകൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ, ഇതൊന്നുമില്ലാതെ സ്വന്തം നമ്മൾ 4000-ഉം 5000-ഉം രൂപ കൊടുത്ത് വാങ്ങിയ ഡ്രസ്സ് പോലും ധരിക്കാൻ കഴിയാതെ കടയിൽ നിന്ന് 300 രൂപ കൊടുത്ത് മാത്രം വാങ്ങുന്ന ഒരു കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കിടത്തുന്ന ഒരു സന്ദർഭം എന്റെ ജീവിതത്തിലും വരാനുണ്ട്. ഞാൻ ഇന്ന് സ്വയം കുളിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ കുളിപ്പിക്കുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. ഞാൻ ഇന്ന് സ്വയം എണീറ്റ് നടക്കുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം എനിക്ക് വരാനുണ്ട് എന്ന ചിന്തയോടുകൂടി മയ്യത്തിനെ സന്ദർശിക്കുവാനും ആ മയ്യത്തിനെ ഒന്ന് കുളിപ്പിക്കുവാനും, ഇതൊക്കെ നമ്മുടെ മരണചിന്ത വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ്. ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ എത്ര നിസ്സഹായരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് ബോധ്യപ്പെടും. മയ്യത്തിനെ കുളിപ്പിക്കാൻ നമ്മൾ കൂടെ നിൽക്കണം, മയ്യത്തിനെ കുളിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ആ രൂപത്തിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് മരണാനന്തര ചിന്ത കടന്നുവരും. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കണം. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, നാളെ ഒരുപക്ഷേ ഈ മയ്യത്തിന് പകരം ഞാനായിരിക്കും കിടക്കുക എന്ന ചിന്തയോടുകൂടി എന്റെ മയ്യത്തിനു വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുന്ന 10,000 ഉണ്ടാകണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ രൂപത്തിൽ മരണചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുപോലെ തന്നെ മറമാടുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. കാരണം എന്തെന്നറിയോ? ഇന്ന് നമ്മൾ വളരെ വിശാലമായ ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, വിശാലമായ റൂമിൽ നമ്മൾ വിസ്തരിച്ച് കിടന്നുറങ്ങുമ്പോൾ, ശീതീകരിച്ച AC റൂമിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, സഹോദരന്മാരെ, ഇതൊന്നുമില്ലാത്ത 6 അടി മണ്ണ് ഇടുങ്ങിയ ആ ഒരു കുഴിക്കുള്ളിൽ മണ്ണ് മാത്രമുള്ള, ബെഡില്ലാത്ത, തലയണയില്ലാത്ത ആ ഒരു കബറിന്റെ ഉള്ളിൽ ആഴത്തിലേക്ക് ഇറക്കി വെച്ച ആളുകൾ പോകുമ്പോൾ കൂടെ കിടക്കാൻ ആരുമില്ലാതെ ഒറ്റക്കായി കിടക്കുന്ന ആ രംഗം, ആ കബർ കാണുമ്പോൾ നമുക്കുണ്ടാകണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കബർ കാണുമ്പോൾ കരയുമെന്നാണ്. സ്വർഗവും നരകവും കേൾക്കുമ്പോൾ കരയില്ല, പക്ഷെ ഖബർ കാണുമ്പോൾ കരയുന്നതാണ്. എന്തുകൊണ്ടാണ്? പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ ഗേഹമാണ് ഖബർ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെട്ടു. ആ ഖബറിലേക്കാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും, എന്നെയും നിങ്ങളെയും ഇറക്കി വെക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഖബറെന്ന ആ ഭയാനകരമായ റൂമിലേക്ക് പോകാനുള്ള ആളുകളാണ് എന്ന രൂപത്തിൽ നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണം. അതല്ലാതെ മരണത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ.
അങ്ങനെ നമ്മുടെ മരണം നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് ആ മനുഷ്യൻ, ആ മരണ ആസ്വദിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് ആവശ്യപ്പെടുമെന്നാണ് റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കിത്തരാം ഒരല്പസമയം. എന്തിനാണെന്നറിയോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. അല്ലാഹുവേ ഞാൻ നിസ്കാരം ഒഴിവാക്കിയിരുന്നു, നന്മകൾ ഒഴിവാക്കിയിരുന്നു. അല്ലാഹുവേ ഒരു അവസരം തന്നാൽ ഞാൻ ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാം, ഞാൻ ആ നോമ്പുകളൊക്കെ കൃത്യമായി വീട്ടിക്കൊള്ളാം, സക്കാത്തുകളൊക്കെ കൊടുത്തുകൊള്ളാം, നന്മകളൊക്കെ ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് റബ്ബിനോട് വിലപിക്കുന്ന ഒരു അവസരം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹു പറയാണ് ഇതൊക്കെ വെറും വർത്തനാണ്, ഇതൊക്കെ വെറും വർത്തനാണ്, ഇത് ഇനി തിരിച്ചു മടക്കിയാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ മരണത്തിനെ പുൽകുന്ന, ആ മരണത്തെ പിടികൂടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, നമ്മുടെ സ്വഭാവത്തിലുണ്ടാകും, നമ്മുടെ കർമ്മ മേഖലകളിലുണ്ടാകും, നമ്മുടെ വിശ്വാസ രംഗത്തുണ്ടാകും. ആ രൂപത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.